നമ്മളിപ്പോൾ പല വഴിക്കും പോകും. പോകുന്നതിലൊക്കെ നമ്മളെ കയ്യിൽ ഫോൺ ഉണ്ടാവും. നല്ല ഹൈ ക്വാളിറ്റിയുള്ള ക്യാമറ ഉണ്ടാവും ഫോണിൽ. പോകുന്ന ബൈക്കിന്നൊക്കെ നമ്മളിങ്ങനെ പല ഷോട്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല മൊമെന്റ്സ് ഉണ്ടാവും, അടിപൊളി മൊമെന്റ്സ്. അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എടുത്തു വെക്കും. ഈ വീഡിയോ ഒക്കെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം. ഇതിപ്പോ ഒരു സ്റ്റുഡിയോ കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മളെ മൊബൈലിൽ അടിപൊളി ഫീച്ചറുകളുണ്ട്. നമുക്കിന്ന് നമ്മളെ ഈ മൊബൈൽ വെച്ചിട്ട്, ഈ മൊബൈൽ അല്ല കേട്ടോ, നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് നിങ്ങളെ കയ്യിലുള്ള ഏത് വീഡിയോ അടിപൊളി എഫക്റ്റിലൊന്ന് എഡിറ്റ് ചെയ്തെടുക്കുക. കണ്ടാൽ ആൾക്കാർ ചോദിക്കും, ഇത് ഏത് ക്യാമറയിലാണ് എടുത്ത്, ഏത് സ്റ്റുഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തത്. അങ്ങനത്തെ രീതിയിൽ നമുക്ക് മൊബൈലിൽ നിന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. ഒരു സാധാരണക്കാരന് ഇതിന് വലിയ അറിവും കാര്യമൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് ഏത് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാം. അതും ഇപ്പോൾ ഒരു വീഡിയോന്റെ ഉള്ളിൽ വേറൊരു വീഡിയോ പോപ്പപ്പ് ആയിട്ടില്ല, ഇൻസ്റ്റന്റിൽ നമ്മൾ പറയുന്നതായിട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ പ്രത്യേക രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നടക്കും. ഒരുപാട് എഫക്റ്റുകൾ കൊടുക്കാം, ഒരുപാട് ഫീച്ചറുകൾ. നല്ലൊരു വീഡിയോ എഡിറ്റർ ആൻഡ്രോയിഡ് മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റി യൂകട്ട് എന്നതിന്റെ പേര് കേട്ടോ, യൂകട്ട് വീഡിയോ എഡിറ്റർ. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ബാക്കി വീഡിയോ കാണാം. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തീർത്തും പറഞ്ഞു തരണമെങ്കിൽ അതിന് ഒരുപാട് ലെങ്ത് ഉണ്ടാവും വീഡിയോക്ക്. അപ്പോൾ ഓരോന്നും ബേസിക് ആയിട്ടുള്ള പറഞ്ഞു തന്നാൽ അതിന്റെ ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു അഭിപ്രായം അറിയിക്കാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഈ യൂകട്ട് വീഡിയോ എഡിറ്റർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ആദ്യം വരിക ഒരു പോപ്പപ്പ് ആണ്, അവിടെ അഗ്രി കൊടുക്കുക. പിന്നെ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. മേലെ പ്രോ എന്നുണ്ട്. ഇതിൽ കുറെ ഫീച്ചറുകൾ പെയ്ഡ് ആണ്, അത് കിട്ടണേ പ്രോ എടുക്കണം. നമുക്ക് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗാലറി പെർമിഷൻ കൊടുക്കണം, അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മളെ ഗാലറിയിലുള്ള ഏത് വീഡിയോയും, അതും എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് ഒന്നുകൂടി 2 ആയിക്കോട്ടെ. എന്നിട്ട് ഇവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ഇത് വന്ന് ഇനി നമുക്ക് താഴെ കുറേ സംഭവങ്ങൾ കാണാം. ഒന്നാമത്തത് ട്രിം. ഈ ട്രിം ഉപയോഗിച്ച് നമുക്ക് വീഡിയോന്റെ ഏത് ഭാഗം വേണമെങ്കിലും കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ഭാഗമാണ് നമുക്ക് ഒഴിവാക്കേണ്ടി ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. രണ്ടാമത്തത് മ്യൂസിക്. നമുക്ക് ഇതിലുള്ള മ്യൂസിക് ഒഴിവാക്കണമെങ്കിൽ ആ മ്യൂസിക് ഒഴിവാക്കിയിട്ട് ഇഷ്ടമുള്ള മ്യൂസിക്, അത് നമ്മളെ ഗാലറിയിലുള്ളതായാലും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതായാലും ഏതും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫിൽറ്റേഴ്സ്, ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. എഫക്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ എഫക്റ്റുകളുണ്ട്. വീഡിയോന്റെ ഇടക്കൊക്കെ നമുക്ക് ഓരോ എഫക്റ്റുകൾ കൊടുക്കാൻ, നമ്മൾ ഏത് ഭാഗത്താണോ എഫക്റ്റുകൾ കൊടുക്കുന്നത് ആ ഭാഗത്ത് അത് അപ്ലൈ ആയിക്കോളും. കേട്ടോ, ഇഷ്ടംപോലെ എഫക്റ്റുകളുണ്ട്. നമുക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിലും, ലൈറ്റ് കത്തുന്നത്, ഒച്ച വരുന്നത്, പല സൈസ് എഫക്റ്റുകളും നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള എഫക്റ്റുകൾ കൊടുക്കാം. പിന്നെ നമുക്ക് വീഡിയോയിൽ എന്ത് ടെക്സ്റ്റ് എഴുതണമെങ്കിലും, അത് ഏത് സൈസ് ഫോണ്ടിൽ എഴുതണമെങ്കിലും ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ കൂടെ എഴുതാം. അതുപോലെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇനി വീഡിയോന്റെ ഉള്ളിൽ നിന്ന് വേറൊരു വീഡിയോ, ഒരു പോപ്പപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസെറ്റിൽ ഒരു വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ PIP എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതും അവിടെ ആഡ് ആയിക്കോളും. കണ്ടോ, വീഡിയോന്റെ ഉള്ളിൽ ഒരു വീഡിയോ വന്ന്. അപ്പൊ രണ്ടും കൂടി ഒന്നിച്ച് പ്ലേ ആകുക. നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. വോളിയം കുറച്ചതാട്ടോ, എനിക്ക് കോപ്പിറൈറ്റ് വരികയല്ലേ. കണ്ടോ, 2 വീഡിയോ ഒന്നിച്ച് പ്ലേ ആകുന്നുണ്ടോ? അതടക്കട്ടെ. നമ്മൾ ആ ആഡ് ചെയ്യുന്ന ആ വീഡിയോക്കും നമുക്ക് ഇഷ്ടം പോലെ എഫക്റ്റുകളൊക്കെ കൊടുക്കുക, എഡിറ്റ് ചെയ്യാം. ഇനി വീഡിയോന്റെ സ്പീഡ്, നല്ല സ്പീഡിൽ വീഡിയോ വരണമെങ്കിലും അല്ലെങ്കിൽ സ്ലോ മോഷനായിട്ട് വളരെ സ്ലോ ആയിട്ട് വീഡിയോ നമുക്ക് പ്ലേ ചെയ്യിക്കണമെങ്കിലും ഈ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഈ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പിക്ചറോ കളറോ ആഡ് ചെയ്യണേ അതും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളെ സ്വന്തം വോയിസ്, ഇപ്പോൾ ഒരു വീഡിയോക്ക് നമുക്കൊരു പാട്ടൊക്കെ പാടണം അല്ലെങ്കിൽ ഒരു വീഡിയോക്ക് ഒരു വോയിസ് ഓവർ കൊടുക്കണം, അതിനൊക്കെ ഇവിടെ മൈക്ക് അയക്കണ്ട്, അതും ഉപയോഗിക്കാം. ഇതിന്റെ വോളിയം നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വീഡിയോ തല തിരിക്കണമെങ്കിൽ, സൈഡ് കൊള്ളയാക്കണമെങ്കിലും ഒക്കെ റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ, ഇടത്തും വലത്തും മാറ്റണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. മോസ്റ്റ്ലി ഫ്രീ ആണ്. ഇതിന് നമുക്ക് വാട്ടർ മാർക്കും കിട്ടുകയില്ല. ഇനി ഇവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിൽ സേവ് ആവും. സേവ് ആക്കുന്ന നേരം തന്നെ നമുക്ക് ഇവിടെ ഏത് റെസൊല്യൂഷൻ വേണമെന്ന് അതും സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് 320 പിക്സൽ മുതൽ 1080 പിക്സൽ വരെ റെസൊല്യൂഷനിൽ ഔട്ട്പുട്ട് എടുക്കാം. 4K ഒന്നും കിട്ടുകയില്ല, പക്ഷേ 1080 പിക്സൽ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രെയിം റേറ്റ് 24 മുതൽ 60 വരെ നമുക്ക് ഫ്രെയിം റേറ്റിൽ കൊടുക്കാം. ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിൽ ലോ ക്വാളിറ്റിയിൽ കൊടുക്കാം. ഇതൊക്കെ നോക്കി ആവശ്യത്തിന് സെലക്ട് ചെയ്തതിനു ശേഷം സേവ് കൊടുത്താൽ നമ്മളെ ഗാലറിയിൽ അത് സേവ് ആയിക്കോളും. ഇവിടെ റെൻഡർ ആകുന്ന ആ ടൈം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. സേവ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എവിടെ അത് ഷെയർ ചെയ്യുകയും ചെയ്യാം.
എങ്ങനെയായാലും നോർമലായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരുവിധം ടൂളുകളൊക്കെ ഉപയോഗിച്ച് മൊബൈലിൽ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യലുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ യു കട്ട് വീഡിയോ എഡിറ്റർ. എങ്ങനെയുണ്ട് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട്? ഈ എഡിറ്റ് ചെയ്ത ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കിട്ടെ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പൊ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു.